അതാണോ നിങ്ങളുടെ ഗൂഗിൾ മീറ്റ്? എടി അത് ഇൻസ്റ്റ സ്ക്രോൾ ചെയ്തപ്പോ കണ്ടത്, അല്ലാതെ ഞാൻ ഇവിടെ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എന്റെ ഒരു ഫോട്ടോയെങ്കിലും നിങ്ങൾ ഇതുപോലെ സൂം ചെയ്ത് നോക്കിയിട്ടുണ്ടോ? നീ എന്റെ മുമ്പിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കില്ലേ, പിന്നെ എന്തിനാണ് നിന്റെ ഫോട്ടോ സൂം ചെയ്യുന്നത്? എനിക്ക് വിശക്കുന്നത്, നീ എന്തെങ്കിലും എടുത്തു വെക്ക്. ഹായ് മാളു. വിനു എവിടെ? അകത്തുണ്ട്. വിനു, എടാ വിനു, എടാ വിനു. അളിയ ഒരു 5 മിനിറ്റ് നീതി, ഞാൻ തപ്പാ വരാം. ഓക്കെ. വീണേട്ടാ, ഇന്ന് എവിടെ പോവാ? ഇന്ന് ഓഫീസില്ലല്ലോ. എടാ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് പുറത്ത് കൂടാന്ന് വിചാരിച്ചു. അപ്പൊ ഞാനോ? നിങ്ങൾ എന്ന് ഓഫീസ് വെച്ച് കാണുന്നതല്ലേ, പിന്നെന്തിനാ ഒരുമിച്ച് പുറത്തൊക്കെ പോകുന്നേ? എനിക്ക് വല്ലപ്പോഴാണ് നിങ്ങളെ കിട്ടുന്നത് തന്നെ. ഇന്ന് ഈവനിങ് പുറത്തു പോവാന്ന് വിചാരിച്ചതാ. എന്റെ പൊന്നു മാളു, ഞാൻ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. നീ ഇതുവരെ റെഡി ആയില്ലേ? നീ പെട്ടെന്ന് പോയി റെഡിയാവും, ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. നിങ്ങളവിടെ നിന്നേ. എങ്ങോട്ടോ റെഡി ആവാനാ പറയുന്നേ? നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടല്ല എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോകേണ്ടത്. ഞാൻ നിങ്ങളുടെ ഭാര്യയാ, അപ്പൊ എനിക്ക് എന്നെ ഫസ്റ്റ് പ്രയോറിറ്റി തരണം. ഡേ, നീ ഒറ്റ ഒരുത്തി കാരണം എന്റെ സ്വന്തം വീട് ഉപേക്ഷിച്ച് ഈ വാടക വീട്ടിൽ നിന്ന് എനിക്ക് കഴിയേണ്ടി വന്നത്. എനിക്ക് നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. നമ്മുടെ ഇടയിൽ മൂന്നാമതൊരാൾ വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. മൂന്നാമത് ആര് വന്നെന്നാണ് നീ പറയുന്നത്? അവൻ നിനക്ക് അറിയാന്നുള്ളതല്ലേ? മാളു, എനിക്ക് നിന്റെ അടുത്ത് തർക്കിക്കാൻ താല്പര്യമില്ല. നിനക്കെന്താ ഭ്രാന്ത് ഓടിച്ച? നിങ്ങൾക്ക് ഇപ്പൊ എന്നെ വേണ്ടല്ലേ? നീ വല്ല സ്വപ്നം കണ്ട? സ്വപ്നമല്ല, യാഥാർത്ഥ്യം. പണ്ടൊക്കെ എപ്പോഴും എന്നെ കെട്ടിപ്പിടിച്ചാൽ നിങ്ങൾ ഉറങ്ങോളായിരുന്നു. ഇപ്പൊ ഞാൻ തൊടുന്ന പോലും നിങ്ങൾക്ക് ഇഷ്ടമല്ല. ഉറക്കത്തിൽ എന്റെ നാട്ടിൽ ഞാൻ വല്ല ഹാളിലും പോയി കിടക്കാം. എന്നാ ഞാൻ വരും. എന്നാ ഞാൻ ഒരിടത്ത് പോകും. ഫുഡ് കഴിക്കാൻ വാ. എടി നീ കഴിച്ചോ, ഞാൻ വന്നോളാം. ഫോൺ കൊണ്ടാണല്ലോ പോയിരിക്കുന്നേ. സംസാരം കേൾക്കണം. പിന്നോട്ടാ മതി വാ. എടി ഒരു മിനിറ്റ്. ആരെയാ വീഡിയോ കോൾ ചെയ്തോണ്ടിരുന്നേ? വീഡിയോ കോളോ? ആരെ? ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കണ്ടോണ്ടോ. നിനക്ക് കഴിച്ചൊന്നല്ലോ. ഞാൻ വിചാരിച്ചു ആരെയോ വീഡിയോ കോൾ ചെയ്യുക. ബാത്റൂമിനകത്ത് ഇരുന്നു വീഡിയോ കോൾ. നമ്മളെ സ്നേഹിച്ചു ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. സ്നേഹിച്ചോണ്ടിരുന്ന സമയത്തല്ലേ? ഓ, അപ്പൊ ഇപ്പൊ സ്നേഹിക്കുന്നില്ല എന്നർത്ഥം. അയ്യോ തുടങ്ങി. നീ എന്റെ പാതിയല്ലേ? സോപ്പൊക്കെ മതി. ആ ഫോണിങ് എടുത്തേ. ഫുഡേ താഴെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. ഇവളുമാരൊക്കെ എന്തിനായി എന്റെ കെട്ടിന് റിക്വസ്റ്റ് അയക്കുന്നേ? മാളു, എവളെയും ബ്ലോക്ക്. ആ ദാ വരുന്നു. മുഴുവൻ നോക്കാനും പറ്റിയില്ല. ആ വിനേട്ട എത്തിയോ? ഞാൻ ചായ എടുക്കാം. നീ എന്റെ ഇൻസ്റ്റ ഓപ്പൺ ആക്കിയോ? ആക്കി. എന്തേ? നീ എന്തിനാ എന്റെ ഇൻസ്റ്റ എടുത്തേ? എനിക്ക് അതിന് അവകാശം ഉള്ളതുകൊണ്ട്. എന്റെ ഇൻസ്റ്റയും FBയും വാട്സാപ്പും എല്ലാം ഞാൻ നോക്കും. അതിന് അവകാശമേ എനിക്ക് മാത്രമേ ഉള്ളൂ. ആയിക്കോട്ടെ. ഇടയ്ക്ക് ഞാൻ നിന്റെ ഇൻസ്റ്റ പാസ്വേഡ് വെച്ചപ്പോൾ നീ എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് എന്നെ സംശയമാണോ ചേട്ടാ എന്നല്ലേ? നിങ്ങൾ പെണ്ണുങ്ങളത് കാണിക്കുമ്പോൾ പൊസിഷൻനെസ്സും ഞങ്ങൾ ആണുങ്ങളത് കാണിക്കുമ്പോൾ സംശയരോഗമല്ലേ? ഇപ്പൊ എന്താ ഇതൊക്കെ ചോദിക്കാൻ കാരണം? ഓ, വല്ല അവളുമാരും പരാതി അറിഞ്ഞോ? എടി, നീ ബ്ലോക്ക് ചെയ്ത പെമ്പിളറിൽ എൻ്റെ ഓഫീസിലെ മാനേജർ ഉണ്ടായിരുന്നു, രാധാകൃഷ്ണൻ സാറ്. അത് പെണ്ണല്ല, ആണാണ്. സാർ എൻ്റെ അടുത്ത് ചോദിച്ചത് എന്തിനാ ബ്ലോക്ക് ചെയ്തതെന്ന്. നീ എൻ്റെ ജോലി വെച്ചാണ് കളിച്ചത്.
ഓ ഇപ്പൊ ഞാൻ ബ്ലോക്ക് ആക്കിയതാണോ പ്രോബ്ലം? ആരാണോ മേടാണോ എന്നൊക്കെ ആർക്കറിയാം. നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. തള്ളക്ക് രാത്രി ഉറക്കമില്ലേ? ഹലോ അമ്മേ. ആ ഏട്ട ഉറങ്ങിയല്ലോ. നാളെ വിളിക്കാൻ പറയാം. ഓ ശരി. ഡിലീറ്റ് ചെയ്തേക്കാം. നല്ല ദിവസമായിട്ട് ഇങ്ങനെ പിണങ്ങിയിരിക്കട്ടെ. ഇപ്പൊ നിനക്ക് അറിയുന്നൊരു നല്ലൊരു ദിവസമാണ്. ശരി, അപ്പൊ ഞാൻ നൈറ്റ് നേരത്തെ വരാം. നീ റെഡി ആയില്ലേ? ഞാൻ ഇപ്പൊ റെഡിയാണ്. ആ അതെ, ഇതോടെ വിളിച്ചു. നേരെ സാരിയോ? ചുരിദാർ മതിയായിരുന്നു. ചുരിദാറാ? ഇത് ഞാൻ അമ്മയ്ക്ക് വാങ്ങിയ സെറ്റ് സാരി. ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ അല്ലേ, അതല്ലേ നമുക്ക് വൈകിട്ട് അങ്ങോട്ട് ഒരുമിച്ച് പോവാന്ന് പറഞ്ഞു. ഓ അപ്പൊ എനിക്ക് സർപ്രൈസ് തരാനൊന്നും ആയിരുന്നില്ല അല്ലേ? നിനക്ക് സർപ്രൈസ് തരാൻ മാത്രം ഇന്ന് എന്താ പ്രത്യേകത? ഇന്ന് നിങ്ങൾ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ ദിവസം അത് നിങ്ങൾ മറന്നോ? ആ അതൊക്കെ മറക്കും, പക്ഷേ അമ്മയുടെ ബർത്ത്ഡേ ഒന്നും മറക്കൂല. നിനക്ക് എന്താടി, കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായി. നമ്മുടെ വെഡിങ് ആനിവേഴ്സറി വല്ലതും ഇറങ്ങി ഓർത്ത് വെക്കായിരുന്നു. ഇതൊക്കെ ഓർത്ത് വെക്കാൻ നിന്നാൽ പിന്നെ എല്ലാ ദിവസവും ആഘോഷിക്കാനുള്ള സമയം കാണത്തുള്ളൂ. നമ്മൾ ആദ്യമേ കണ്ട ദിവസം, ആദ്യമേ ഉമ്മ വെച്ച ദിവസം, നീ അല്ലാതെ വേറെ ആരെങ്കിലും ഓർത്ത് വെക്കൂ ഇതൊക്കെ? ഓ നിങ്ങളുടെ കൂടെയുള്ള ഓരോ ഓർമ്മകളും ഞാൻ സൂക്ഷിച്ചു വെച്ചതാണല്ലോ തെറ്റ്. നിങ്ങളെ ഈ ഗിഫ്റ്റ് നിങ്ങളുടെ അമ്മയ്ക്ക് കൊടുക്കും, എനിക്കൊന്ന് കാണണം. എന്തേ? ഞാൻ കഴിഞ്ഞു മതി. നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനും അമ്മയും എല്ലാം. ഹലോ. ആ മോളെ, നിനക്ക് വയ്യാത്തോണ്ട് ഇന്നലെ വരാത്തെന്ന് വിനു പറഞ്ഞു. കുറവുണ്ടോ നിനക്ക്? ആ കുറവുണ്ടമ്മ. മോളെ, അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എനിക്കാണെങ്കിൽ നല്ല ശ്വാസം മുട്ടലും തുടങ്ങി. അതിന്റെ മരുന്നൊക്കെ അവനാ മേടിക്കുന്നേ. ഒന്ന് മേടിച്ചിട്ട് വരാൻ പറയണേ. ആ ഞാൻ പറയാം. അമ്മ റെസ്റ്റ് എടുത്തു. ഇപ്പൊ പറയണേ. അവിടെ വേറെ ആരും ഇല്ലല്ലോ അച്ഛനോട് കൊടുക്കാൻ.
ഹലോ, എപ്പോ? ഇല്ല ഇല്ല, എനിക്ക് കോളൊന്നും വന്നില്ല. ആ ശരി ശരി, ഞാൻ അങ്ങോട്ട് വരാം. എന്താണ് നീ എന്റെ അമ്മയുടെ നമ്പർ ബ്ലോക്ക് ചെയ്താ? നിങ്ങൾക്ക് എപ്പോഴും അമ്മ അമ്മ അമ്മ, എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി അവർക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ ബ്ലോക്ക് ചെയ്തത്. അമ്മയ്ക്ക് മരുന്ന് വാങ്ങുന്ന കാര്യം എന്നോട് പറയാൻ പറഞ്ഞല്ലേ? അതെന്താ, അവിടെ വേറെ ആരും ഇല്ല അമ്മയ്ക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കാനായിട്ട്? എങ്കിലും അവരവിടെ ചാവാൻ കിടക്കാന്നല്ലോ. അവർക്ക് എന്ത് പറ്റിയാലും നിനക്കൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. അവരോട് ഒറ്റയ്ക്കാണെന്നുള്ള കാര്യം നിനക്കറിയാലോ. അവരിപ്പം ശ്വാസം കിട്ടാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് കിടക്കുക. എടി, എന്റെ അമ്മയെ സ്വന്തം അമ്മയായിട്ട് കാണണമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല. പക്ഷെ ഒരു മനുഷ്യ ജീവി എന്നുള്ള പരിഗണനെങ്കിലും നിനക്ക് അവർക്ക് കൊടുക്കായിരുന്നു. ഞാൻ നിന്റെ ഭർത്താവ് ആവുന്നതിന് മുമ്പേ ഞാൻ എന്റെ അമ്മയുടെ മകനായിരുന്നു. ഈ ലോകത്ത് എന്റെ അമ്മ കഴിഞ്ഞ് ഇനി ആരും എനിക്കുള്ളൂ. ഞാൻ ഇപ്പം പോകുന്ന ഹോസ്പിറ്റലിലേക്കാ. തിരിച്ചു വരുമ്പോ എന്റെ അമ്മ എന്റെ കൂടെ കാണും. എന്റെ അമ്മ ഇനി നീ നോക്കണം. എടി, സ്വന്തം ഭർത്താവിന്റെ അമ്മയെ കെട്ടിക്കൊണ്ടുവന്ന ഭാര്യയെ പൊന്നുപോലെ നോക്കുമ്പോഴാണ് നമുക്ക് അവളോട് ബഹുമാനം സ്നേഹം തോന്നുന്നത്. അല്ലാതെ നിന്നെ പോലെ ഫസ്റ്റ് പ്രയോറിറ്റി താത്തം ചോദിക്കുന്ന ആൾക്കാരുടെ തരാൻ പറ്റത്തില്ല.